റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ പൂർണ്ണ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര സന്തോഷം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെന്ന് വിചാരിക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ തെറ്റാ. ആകെ ഒറ്റ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. കേരളത്തിലേക്ക് കോടീശ്വരൻ്റെ ഒരു സീസൺ, അതായത് അതുവരെ കേരളത്തിന് പുറത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ കോടീശ്വരൻ്റെ ഒരു സീസൺ ഇവിടേക്ക് വരുന്നു, ഒരു വേക്കൻസി ഉണ്ടാവുകയും എനിക്ക് ഇന്റർവ്യൂ കോൾ വരികയും ചെയ്തു. സ്കൂൾ കാലഘട്ടം മുതലേ ക്വിസാണ്. സ്കൂള് കോളേജ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ക്വിസിങ്ങിന് പുറകെ നടക്കുകയായിരുന്നു. കോളേജൊന്നും അധികം പോകാറില്ലായിരുന്നെങ്കിലും ക്വിസ് ജീവനായിട്ട് കൊണ്ട് നടന്ന് അങ്ങനെയാണ് ശരിക്കും എനിക്ക് ആ ഇന്റർവ്യൂ കോൾ വരുന്നതും ഞാൻ അവിടേക്ക് കയറുന്നു. ഗവൺമെന്റ് ജോബിനോട് വലിയ താല്പര്യമേ ഇല്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ LD കിട്ടി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LD ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വോയിസിനൊന്നും ഒരു പ്രാധാന്യം ആരും കൊടുക്കത്തില്ല. നമ്മൾ അവിടെ നിന്ന് പറയും, ആരും അത് മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയി കിടക്കണം എന്നൊരു ചിന്ത എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ കുറെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ IAS IPS ഒന്നും ആവണമെന്നില്ല. താഴെ ഇരിക്കുന്ന ഒരു ക്ലർക്ക് വിചാരിച്ചാൽ മതി. അത് ഭയങ്കര ഒരു അറിവാണ് എനിക്കത്. ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരുടെ കേസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും, അയ്യോ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഈ സമൂഹത്തിൽ. ശരിക്കും ട്രീറ്റ്മെന്റിന് പോലും പൈസ എടുക്കാൻ ഇല്ലാത്ത ഒരുപാട് പേരുടെ അപേക്ഷകൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ഫയൽ തന്നെ കുഞ്ഞു കുട്ടികള് 2 ഫയൽ ഇപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര ഡെസ്പാക്കി കളഞ്ഞില്ല. 11 വയസ്സുള്ള ഒരു കുട്ടിയും വേറൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയും, 2 പേർക്കും ലുക്കീമിയ. ഓൾറെഡി അവർക്ക് അത്രയധികം തുകകൾ വീട്ടുകാർക്ക് ചെലവായിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് അവർ കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റൂ വീട്ടുകാരെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഫയലുകൾ വരുമ്പോഴത്തേക്ക് ഞാൻ ആ ഫയൽ എത്രയും വേഗം എഴുതി വിടുന്നോ അവർക്ക് അത്രയും വേഗം സർക്കാരിൽ നിന്ന് ധനസഹായം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനതൊരു ദിവസമെങ്കിലും ലേറ്റ് ആക്കി കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പാടായിരിക്കും അവർ അപ്പുറത്ത് അനുഭവിക്കുന്നത്. അപ്പൊ അവർക്ക് അത് കറക്റ്റ് സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷമൊക്കെ ഉണ്ട്. ശരി, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എൻ്റെ ടേബിളിൽ ഒന്നും പെൻഡിങ് ഇല്ലാതെ ഹായ് അഖിൽ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ 67ാമത്തെ റാങ്കാണ് അല്ലേ? പറയൂ, ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് എവിടെയായിരുന്നു? എന്താണ് ആ ഒരു മൊമെന്റ്? ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? എന്താണ് ഡ്രീം ആയിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യമേ പറയോ. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ പൂർണ്ണ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര സന്തോഷം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ഇതിലും ബെറ്റർ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു. 67 വളരെ നല്ലൊരു റാങ്കാണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ്, ഒരുപാട് പേര് സ്വപ്നം കാണുന്ന റാങ്ക് ലിസ്റ്റാണ്. ആ റാങ്ക് ലിസ്റ്റ് 67 എന്ന് പറയുന്നത് വളരെ നല്ല റാങ്കാണ്. ആദ്യത്തെ അപ്പോയിൻമെൻറ്റുകളിൽ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു 30ക്കുള്ളിൽ ഒരു റാങ്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നൊരു വ്യക്തിയാണ്. 30 ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 50ക്കുള്ളിലെങ്കിലും കിട്ടിയിരുന്നല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ 67. ശരിക്കും ഞാൻ ഈ ലിസ്റ്റ് കണ്ടിട്ടില്ല. അതായത് ഞാൻ ജോലിയിലായിരുന്നു. അപ്പം ജോലി കഴിഞ്ഞ് ഇതേവരേക്ക് വീട്ടിലേക്ക് എത്തുമ്പം ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴും നോക്കുന്നുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് അന്നേരം വന്നില്ല. ഞാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് മെസ്സേജ് അയച്ചത്, എത്ര ഉണ്ട് റാങ്ക് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നു. പുള്ളിക്കാരി തന്നെ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ഞാൻ അന്നേരം കയറി നോക്കുമ്പോൾ ഓക്കെ 67 ആണ് റാങ്ക്. അന്നേരം ഒരു സന്തോഷം. എല്ലാവരും വിളിച്ച് പറഞ്ഞു, ഫാമിലി എല്ലാവരും വിളിച്ച് പറഞ്ഞു. 1-2 ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ റിസൾട്ട് നോക്കിയിരുന്ന, എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ അന്നേരം തന്നെ വിളിച്ചു. അപ്പോൾ ആ ഒരു മൊമെന്റ് അത് ഞാൻ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ അപ്പോയിൻമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെ ആയിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ പറഞ്ഞു വർക്കിംഗ് ആണെന്നല്ലേ? അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ PSC ആസ്പിറൻസിൽ ഒത്തിരി പേര് വർക്ക് ചെയ്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ പല ഫ്രണ്ട്സും ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ LD ലെവലിലുള്ളവർ എഴുതുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പഠിത്തം, അല്ലെങ്കിൽ ഒരു PSC ജേർണി ഒന്ന് പറയുമോ? ഇപ്പോൾ UPSC ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? എത്ര കൊല്ലത്തെ ഒരു വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് ആണ് എന്നുള്ള കാര്യം ഒന്ന് പറയുമോ? ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. LD ക്ലർക്കാണ്. ഞാനത് 2019 ജോയിൻ ചെയ്തിട്ട് ഞാൻ ലോങ് ലീവിൽ പോവുകയായിരുന്നു. അതിനുശേഷം റീജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഈ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മെയിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് സർവീസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഞാൻ മീഡിയ ഫീൽഡിലാണ് മോസ്റ്റ് ഓഫ് ദി ടൈം വർക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ച് കാലം ഞാൻ UPSCയുടെ
ഫാക്കൽറ്റി ആയിട്ട് എക്കണോമിക് ഫാക്കൽറ്റി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് PSC എന്ന് പറയുന്നതിലേക്ക് ഞാൻ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും എഴുതും, എല്ലാം. അത് എൻ്റെ മുന്നിലേക്ക് വരുന്ന എൻ്റെ ഏജ് ഓവർ ആവാത്ത എല്ലാ എക്സാംസും ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് നമ്മുടെ പേര് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുഖമുള്ളൊരു പരിപാടിയാണ്. ഞാൻ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സർക്കാർ ജോലിയിലേക്ക് എത്തണം എന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ശരിക്കും അങ്ങനെ ആയിരുന്നു. എനിക്ക് പ്രൈവറ്റ് ജോബ്, മീഡിയ ഫീൽഡ്, ഞാൻ പറഞ്ഞില്ല, മീഡിയ ഫീൽഡിൽ തന്നെ ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്ത് പോവുക. കാരണം അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കുറച്ചുകൂടെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു LDC വന്ന് വീഴുന്നതും അതിൽ ജോയിൻ ചെയ്യേണ്ടി വന്നതുമാണ്. അത് കുറച്ച് സാഹചര്യങ്ങളുടെ ഇത് കാരണം ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് എത്തുക, PSCയുടെ കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ എല്ലാ എക്സാംസും പോയി എഴുതും. അപ്പോൾ എഴുതുമ്പോൾ നമുക്കൊരു മനസ്സിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത് ഞാൻ എന്തായാലും ജയിക്കും. ആ ഒരു ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാ പരീക്ഷയും, കാരണം UPSCയുടെ മെയിൻസ് എഴുതിയിട്ടുണ്ട്. അപ്പം ചെറിയ മാർക്കിനാണ് എനിക്കത് ഇന്റർവ്യൂ കോൾ പോയത്. അപ്പം അത് കാരണം നമുക്ക് ആ ഒരു മനസ്സിലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആ ഓവർ കോൺഫിഡൻസ് വെച്ച് പോയി എഴുതുമ്പം എല്ലാത്തിനും പ്രിലിംസിൽ ഭയങ്കര വലിയ സ്കോറോടുകൂടി പാസ്സാവുകയും മെയിൻസിൽ തട്ടിമുട്ടി ഇങ്ങനെ ഒരു 1/2 മാർക്ക് അല്ലെങ്കിൽ 0.33 മാർക്കിനൊക്കെ മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നും പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇതൊരു ഏജ് ഓവറിന്റെ ഒരു വക്കിലേക്ക് എത്തിയപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു അത്യാവശ്യമായി മാറി. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ജയിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം എനിക്ക് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആവണം, ട്രിവാൻഡ്രത്ത് തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിലൊരു ജോബ് കിട്ടണം എന്നൊരു ഇതിലേക്ക് വന്ന് അപ്പോഴാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നത്. അതൊരു പഠിച്ചില്ല എന്നൊന്നും പറയാൻ ഒക്കത്തില്ല, പഠനമുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെപ്പോഴും എന്നെ സക്സസിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ അതങ്ങ് മാറ്റി. ഒരു കോൺഫിഡൻസും അങ്ങനത്തെ ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ തന്നെ നേരെ പഠിക്കാനിരുന്നു. എനിക്ക് 3 മാസത്തോളം ഞാൻ വൃത്തിയായിട്ടിരുന്ന് പഠിച്ചു. 2 പേപ്പറും, അതായത് പ്രിലിംസിന് ശേഷം മെയിൻസിന് 3 മാസം, എനിക്ക് 3 മാസമാണെന്ന് തോന്നുന്നു. ആ ഒരു സമയം ഞാൻ നല്ല വൃത്തിയായിട്ടിരുന്നിട്ട് പഠിച്ചു, ടെസ്റ്റ് സീരീസ് എടുത്തു, അതിന്റെ തെറ്റുകുറ്റങ്ങൾ ഞാൻ പഠിച്ചു. അങ്ങനെ ഒരു പഠനത്തിൽ കൂടാണ് ഇപ്പൊ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ പഠിത്തം, നമ്മുടെ ആ ഒരു മെയിൻസ് പ്രിപ്പറേഷന്റെ സമയത്ത് ഫുള്ളി ലീവ് എടുത്തിട്ടാണോ പഠിച്ചത്, അതോ ഇപ്പം മീഡിയയിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ? ചേട്ടൻ ഒരു ക്യുസർ ആണെന്നുള്ള കാര്യവും നമ്മളോട് പറഞ്ഞു. അപ്പം മീഡിയയുടെ ബാക്ക്ഗ്രൗണ്ടും ഈ പണിയും അതിൻ്റെ കൂടെ ഈ പ്രിപ്പറേഷനും ഫാമിലി ഉണ്ട് അല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി എങ്ങനെയാ മാനേജ് ചെയ്തത്? എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം മീഡിയ ഫീൽഡിലെ ജോലിയുണ്ട്, അതേപോലെയൊക്കെ തന്നെ UPSCയുടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അതൊക്കെ വീട്ടില് വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്, 2 പിള്ളേരുമാണ്. അപ്പൊ അറിയാമല്ലോ വീട്ടിലൊരു ബഹളമൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, നമുക്കൊരു അത്യാവശ്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തും സഹിച്ച് എങ്ങനെയും നമ്മൾ സമയം കണ്ടെത്തും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും അതാണ്. ഏതൊരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊരു അത്യാവശ്യമായി മാറുമ്പോൾ മാത്രമേ അവൻ പഠിക്കത്തുള്ളൂ. നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യമാണ്. അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും, ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെന്ന് വിചാരിക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ തെറ്റാ, അതൊരു മായാവലയത്തില. അപ്പൊ എനിക്കിത് അത്യാവശ്യമാണ്, കാരണം എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ എനിക്കിതല്ലെങ്കിൽ ഇനി ട്രിവാൻഡ്രത്തേക്ക് വന്ന് നിന്ന് ജോലി ചെയ്യാനായിട്ട് എനിക്ക് വേറെ എക്സാം ഉടനെ വരുന്നില്ല, ഉടനെ തന്നെ ഇനിയില്ല. അപ്പൊ എനിക്കിത് എങ്ങനെയും നേടിയേ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം കണ്ടെത്തി. ഏതൊക്കെ സമയങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ ആ സമയങ്ങളിലൊക്കെ ഞാൻ പഠിച്ചു. എപ്പോഴൊക്കെ ടെസ്റ്റ് സീരീസ് ഉണ്ടോ ഞാനത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ടെസ്റ്റ് സീരീസിന്റെ ആൻസർ കീസ് ഞാൻ വൃത്തിയായിട്ട് പഠിച്ചു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് എന്ന് പറയാം. അതായത് ഉള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ എത്രമാത്രം സിസ്റ്റമാറ്റിക് ആവാൻ പറ്റുമോ അത്രയൊക്കെ ഞാൻ ആയിക്കൊണ്ട് തന്നെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിൽ AI അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ChatGPT, ജെമിനി ഇങ്ങനെയുള്ള AI യൂസ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ജെമിനൈയാണ്, ഞാൻ ഫ്രീക്വൻലി അതേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 2 ഞാൻ ഓൾമോസ്റ്റ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഓവർ കോൺഫിഡൻസ് അല്ല. ഇത്തവണ ഞാൻ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പേപ്പർ 2 ചില സബ്ജക്ട്സ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റാണ്. പക്ഷെ പേപ്പർ 1 എത്തുമ്പോഴേ ഞാൻ എപ്പോഴും വീക്കായിട്ടിരിക്കുക. അപ്പോൾ ആ ഓരോ ടോപ്പിക്കും ഞാൻ സിലബസ് വൈസ് സിലബസ് എടുത്ത് അതിനകത്ത് കിടന്നിരിക്കുന്ന വേർഡ്സ് എടുക്കും. എന്നിട്ട് ഇത് പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എങ്ങനെയൊക്കെ ഏതൊക്കെ ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ടോ ആ ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് ഞാൻ പഠിക്കും. പഠിച്ചതിന് ശേഷം ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ഞാൻ ജെമിനൈയുടെ അടുത്ത് പറയും, ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇതിനകത്ത് എത്രമാത്രം ടഫായിട്ട് ക്വസ്റ്റ്യൻ തരാമോ അത്രമാത്രം ടഫായിട്ട് MCQs തരാൻ പറയും. അങ്ങനെ ആ ഒരു MCQ ചെയ്ത് ഞാൻ
ഫുള്ളായിട്ട് ജെമിനൈഡയിലോട്ട് കൊടുത്ത് AI യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ എനിക്കറിയാമല്ലോ ഞാൻ ഇത് പഠിച്ച എത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി ഞാൻ പഠിച്ചു. അപ്പം ഞാൻ ക്ലാരിറ്റി കുറവാണെങ്കിൽ എനിക്ക് വീണ്ടും അത് പഠിക്കണം. അപ്പോൾ ആ രീതിക്ക് AI എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റിവിഷൻ എങ്ങനെയാ ചെയ്തത്? ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് നോക്കുമായിരുന്നോ, അതോ പഠിച്ച ഭാഗങ്ങൾ ഞാൻ ഫ്രീക്വന്റ്ലി ഇത്ര ദിവസം കൂടുമ്പോൾ നോക്കും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ടൈം ടേബിൾ മോഡ് ഉണ്ടായിരുന്നോ? ടൈം ടേബിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ടൈം ടേബിൾ ഒന്നും ഇല്ലായിരുന്നു. റിവിഷൻ എനിക്ക് കുറച്ച് സബ്ജക്ട്സിനെ എനിക്ക് ശരിക്കും വേണ്ടി എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് വേണം എന്നുള്ളത്. എല്ലാ സബ്ജക്ട്സ് ഇപ്പം ഞാൻ പൊളിറ്റി ഞാൻ അങ്ങനെ റിവൈസ് ചെയ്യുന്ന ഒരാളല്ല. എക്കണോമിക്സ് സ്ട്രോങ് ആണെങ്കിൽ ഞാൻ റിവൈസ് ചെയ്തിരുന്നു. കാരണം അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്സ് വരാമല്ലോ. ഇപ്പൊ കേരളത്തിന്റെ GDP ഇത്രയിൽ നിന്നും ഇത്രയിലോട്ട് കൂടി എന്ന് പറയുന്നത് ഞാൻ ഈ നമ്പേഴ്സ് ഓർത്ത് വെക്കുന്നത് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള എക്കണോമി കുറച്ചധികം എനിക്ക് റിവൈസ് ചെയ്യേണ്ടി വന്നു. അതായത് അത് ഡെയിലി ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. ഡെയിലി ഒരു 10 മിനിറ്റ്സ് എടുത്ത് ഞാനൊരു നോട്ട് ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചു. എക്കണോമിക് റിവ്യൂവിന്റെ ഈ സിലബസ് നോക്കിയിട്ട് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കുറേ ഡേറ്റ എഴുതി വെച്ചിട്ട് ഇത് ഞാൻ എന്ന് റിവൈസ് ചെയ്യും. എന്നും എടുത്ത് ഒന്ന് വായിച്ചു നോക്കും. അല്ലാതെ കാണാപ്പാടം പഠിക്കുക അങ്ങനെയൊന്നുമില്ല. എന്നും വായിച്ചു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് നിൽക്കും. കാരണം നമുക്ക് ഈ പറഞ്ഞല്ലോ ഒരു 2-3 വർഷത്തെയൊക്കെ നമ്പേഴ്സ് ഇങ്ങനെ പഠിച്ചു നോക്കണം, ഇത്ര പെർസെൻറ്റേജ് ഇത്, ഇത്ര പെർസെൻറ്റേജ് ഇതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ എന്നും എടുത്തിട്ട് എക്കണോമി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് നമ്പേഴ്സ് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. പിന്നെ അതേപോലെയൊക്കെ ചില ഏരിയാസ് ഉണ്ട്. ഇപ്പം കേരള ഹിസ്റ്ററിയിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ വൺസ് ഇൻ എ വീക്ക് മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കും, എന്നിട്ട് അത് വീണ്ടും വായിക്കും. അപ്പൊ ആ ഒരു രീതിക്ക് എനിക്ക് റിവിഷൻസ് പോയിക്കൊണ്ടിരുന്നു. അവിടെ ഞാൻ ഒരിക്കലും സിസ്റ്റമാറ്റിക് എന്ന് പറയത്തില്ല, എന്റെ ആവശ്യം എന്തായിരുന്നോ ആ രീതിക്കുള്ള റിവിഷൻ ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരു മറ്റേ ആസ്പിരന്റ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ചേട്ടന് കറക്റ്റ് അറിയാം ചേട്ടന്റെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്, സ്ട്രോങ് ഏരിയ എന്തൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഇപ്പം പറയുന്ന സമയത്ത് കുറേ തവണ സിലബസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി മുന്നിലേക്ക് വെക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സിലബസ് നോക്കുക, PYQ നോക്കുക, പ്രോപ്പർലി ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ 3ന്റെയും ഇമ്പോർട്ടൻസ് ഒന്ന് പറയുമോ? അത് 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അതാണ് ഇവിടെ ഫോളോ ചെയ്തേക്കുന്നത്. സിലബസ്, അതായത് നമുക്ക് കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നതിന് ശേഷം കൃത്യമായിട്ട് അവർ സിലബസ് ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ട് ഇപ്പം ഞാൻ ആദ്യം LD എഴുതുന്ന സമയത്ത് അങ്ങനൊന്നുമില്ല. ഞാൻ എഴുതി പാസ്സായിട്ടുള്ള LD കേരളത്തിൽ വിവാദമായിട്ടുള്ള ഒരു LD ക്വസ്റ്റ്യൻ പേപ്പർ പത്തനംതിട്ടയുടെ. അപ്പം അന്ന് ഇതൊന്നുമില്ല. ഇപ്പം അങ്ങനല്ല. ഇപ്പം KS-ന് ശേഷം, ആദ്യത്തെ KS-ന് ശേഷം സിലബസ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എക്സാം ഫേസ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും ആ സിലബസിൽ ഓരോ വേർഡ്സ് എടുക്കുക. ആ വേർഡിൽ എന്തൊക്കെ PYQs ഉണ്ട് എന്നുള്ളത് ആദ്യം പഠിക്കുക. അപ്പോഴേ നമുക്ക് ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഏരിയാസ് നമുക്ക് മനസ്സിലാവും. ഇപ്പം സ്ഥിരമായിട്ട് റിനൈസൻസിൽ നിന്നും കേരള റിഫോർമേഴ്സിൽ നിന്നും എന്തൊക്കെ ടോപ്പിക്സ് ചോദിക്കുന്നുണ്ട് അതാദ്യം വൃത്തിയായിട്ട് പഠിക്കുക. അതാദ്യം വൃത്തിയായിട്ട് പഠിക്കുക. അപ്പം PYQ സിലബസും വെച്ചിട്ട് ഒരു വൃത്തിയായ പഠനം ആദ്യമേ അങ്ങ് നടത്തുക. എന്നിട്ട് ടെസ്റ്റ് സീരീസ് എടുക്കുക. അപ്പോൾ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ നമ്മളിവിടെ പഠിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള എന്തെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ആൻസർ കീ നോക്കുക. അവിടെ ഡീറ്റെയിൽഡ് ഒരു ആൻസർ കീ ഉണ്ടാവും. ആ ആൻസർ കീയിൽ നിന്നും നമുക്ക് ബാക്കി പഠനവും കൂടെ നടക്കും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു 80% നമ്മൾ അങ്ങ് കവർ ചെയ്യും. പിന്നെ ബാക്കി ഒരു 20% ഉള്ളൂ. അത് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ അത് പഠിക്കുക, ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് എക്സാം എഴുതുക. അതായത് എന്ത് പഠിച്ചോ അത് നല്ല ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ പരിപാടിക്ക് നിൽക്കരുത്. അപ്പോൾ പഠിക്കുന്ന ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക, അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുക. ഈ ഒരു ജേർണിയിൽ ചേട്ടന് എന്തായാലും സ്ട്രെസ് ഉണ്ടായിരിക്കും അല്ലേ? സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഹോബി ഉണ്ടോ? സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഉണ്ടാവും, ഫീൽ ചെയ്യാറില്ല. അതായത് എന്താണ് സ്ട്രെസ് എന്താണ് അല്ലാത്തതെന്ന് ഈ പ്രിപ്പറേഷനിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ ജോബിൽ എനിക്കത് ഫീൽ ചെയ്യും, ഫാമിലി ലൈഫിൽ അത് ഫീൽ ചെയ്യും. പ്രിപ്പറേഷൻ ലൈഫിൽ അത് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ആകെ ഒറ്റ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ചേട്ടൻ 36ാമത്തെ വയസ്സിലാണ്. 36ാമത്തെ വയസ്സായി. അതായത് ഇന്ന് എന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് എഴുതി എടുത്തില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്നുള്ളൊരു സ്ട്രെസ്സിനേക്കാളും കൂടുതൽ എനിക്കതൊരു ബോധം തന്നിട്ടുണ്ട്. എപ്പോഴും എന്നെ കോഷ്യസ് ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് മുമ്പത്തെ എക്സാമുകളിൽ കുറച്ച് ദിവസം പഠിക്കും, പിന്നെ കുറച്ച് ദിവസം അലമ്പി നടക്കും. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതിന് സ്ട്രെസ് ഒന്നും ഞാൻ വിളിക്കത്തില്ല. എനിക്ക് എപ്പോഴും ഒരു അലേർട്ടായിട്ട് അത് കൂടെ നിന്നിരുന്നു. പിന്നെ ഹോബി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഈ പഠനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഫുട്ബോൾ കളിക്കും, ഫുട്ബോൾ കാണും. അപ്പം വീക്ക്ലി ഉള്ള ഒരു കളികളും ഞാൻ TV-യിൽ മുടക്കാറില്ല. അത് സ്ഥിരമായിട്ടിരുന്ന് കാണുന്ന ഒരാളാണ്. പിന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ കളിക്കാനും പോകാറുണ്ട്. ഒരു ഫുട്ബോൾ പ്രേമിയാണ് അല്ലേ? ശനി ഞായറും ഫുട്ബോൾ കാണുന്നുണ്ട് അല്ലേ?
തിങ്കൾ തൊട്ട് വെള്ളി വരെ ജോലിയും ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് പഠിക്കുന്നത്? അത് വലിയൊരു ചോദ്യം. ഞാൻ എന്നെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പെണ്ണിന് വരെ പന്തിനെ പ്രണയിച്ചവന്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫ് ഇത് തന്നെ പറയുന്നത്. അപ്പം എൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കിയാൽ 2-3 ഫുട്ബോൾ അവിടെ നിങ്ങൾക്ക് കിടക്കുന്ന കാണാം. അപ്പം തന്നെ മനസ്സിലാവും ഞാൻ ആ ഗെയിമിനെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ശനിയും ഞായറും മാച്ചുള്ള ദിവസങ്ങളിൽ, മാച്ചുള്ള സമയങ്ങളിൽ പഠനമില്ല. അതങ്ങനെ തന്നെ. അങ്ങനത്തെ വേറൊരു മാറ്റം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊന്നുമല്ല, അതങ്ങ് കൊച്ചിലെ മുതൽ തുടങ്ങി വന്നൊരു ശീലമാണ്. അപ്പം അത് മാറ്റാനും ഒക്കത്തില്ല. പിന്നെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ക്ലബിൻ്റെ ഒന്നുമില്ല, ഏത് കളി കിട്ടിയാലും ഞാനിന്ന് കാണും. അത് ഏത് ലീഗായാലും എവിടെ നിന്ന് കിട്ടിയാലും ഫുട്ബോളാണോ അത് ഞാൻ കണ്ടിരിക്കും. ഇപ്പം അതിനകത്തിന് വേറൊരു കാര്യം കൂടെ പറയാം. എൻ്റെ മോന് പേരിട്ടേക്കുന്നത് സിദാൻ എന്നാണ്. എൻ്റെ ഫേവറേറ്റ് ഫുട്ബോളറാണ് സിനദീൻ സിദാൻ. എൻ്റെ മോന് ഞാൻ അതേ പേര് തന്നെ ഇട്ടു, സിദാൻ എന്നുള്ള പേര്. അപ്പം തന്നെ മനസ്സിലാക്കാം ബ്രാൻഡ്. അപ്പോൾ ഒരിക്കലും മാച്ചുള്ള ദിവസങ്ങളിലോ മാച്ചുള്ള സമയങ്ങളിലോ ഞാൻ പഠിക്കത്തില്ല. ബാക്കിയുള്ള അവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ടെത്തുകയാണ് സമയം. അപ്പം ബാക്കിയുള്ള സമയങ്ങളെ, അതായത് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കൊപ്പം ഇതൊരു ആവശ്യമാണ് എനിക്ക്, ഏത് കളി കാണുക എന്നുള്ളത്. അപ്പം അതിനിടയ്ക്ക് ബാക്കി എവിടെയൊക്കെ ടൈം കിട്ടുമോ ഞാൻ ആ ടൈമെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി. ഇതെല്ലാവരും ഫോളോ ചെയ്യും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യം തന്നെ ഡിസ്ക്ലൈമറാ, ഇതൊക്കെ ഒഴിവാക്കി വെച്ച് എത്രമാത്രം ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഇതെന്നെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ഡിസ്ട്രാക്ഷൻ അല്ല, ഒരു ഹാപ്പിനെസ് ആണ്. നേരെ ചോദിച്ചില്ലേ സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കുന്നു എന്ന് ചോദിച്ചില്ലേ. അപ്പൊ ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. കളി കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് ആ വഴിക്ക് അങ്ങനെ തന്നെ പോയില്ലെങ്കിലാണ് എനിക്ക് പ്രശ്നം. കളി കാണാതെ ഞാൻ ഒരാഴ്ച ഇരുന്നിട്ട് പഠിക്കുകയാണെങ്കിൽ എനിക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പഠിക്കുന്നതിലായിരിക്കത്തില്ല. ഞാൻ എപ്പോഴും കളിയുടെ സ്കോർ എന്തായി എന്നൊരു വിചാരത്തിലായിരിക്കും ഇരിക്കുക. അപ്പൊ എന്തിനാ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്? പഠിക്കുന്ന എത്ര സമയമാണോ അത് നല്ല വൃത്തിക്ക് പഠിക്കുക. അതിപ്പം അരമണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ 3-4 മണിക്കൂറേ ഉള്ളൂ, ഓക്കെ. അത് പഠിക്കാൻ പറ്റണം നമുക്ക്. ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിഷയം. ഫുട്ബോളോ നിങ്ങളുടെ ഇഷ്ടങ്ങളോ എന്താണെങ്കിൽ അത് സൈഡിൽ കൂടെ പോകണം. അതെ, ഓക്കെ. ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന സമയത്ത് ചേട്ടൻ ബിടെക് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. എന്തുകൊണ്ടാണ് മീഡിയ എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്തിരുന്നത്? ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ 1 വർഷം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ആ സമയത്താണ് കേരളത്തിലേക്ക് കോടീശ്വരൻ്റെ ഒരു സീസൺ, അതായത് അതുവരെ കേരളത്തിന് പുറത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ കോടീശ്വരൻ്റെ ഒരു സീസൺ ഇവിടേക്ക് വരുന്നു, ഒരു വേക്കൻസി ഉണ്ടാവുകയും എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് പോയി. അപ്പോൾ എങ്ങനെ ഇൻ്റർവ്യൂ കോൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ കാലഘട്ടം മുതലേ ക്വിസറാം. സ്കൂള് കോളേജ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ക്വിസിങ്ങിന് പുറകെ നടക്കുകയായിരുന്നു. കോളേജൊന്നും അധികം പോകാറില്ലായിരുന്നെങ്കിലും ക്വിസ് ജീവനായിട്ട് കൊണ്ട് നടന്ന് അങ്ങനെയാണ് ശരിക്കും എനിക്ക് ആ ഇൻ്റർവ്യൂ കോൾ വരുന്നതും ഞാൻ അവിടേക്ക് കയറുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എനിക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ ആ ഒരു ഫീൽഡ് കരിയറാക്കി എടുക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊരിക്കലും ഒരു മൊണോട്ടോണസ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ എഞ്ചിനീയറിംഗിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ഏകദേശം ഒരേ ജോലികൾ തന്നെ ആയിരിക്കും, മനസ്സിലല്ലേ? അപ്പം അവിടേക്ക് പോകും, മീഡിയ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസവും ചലഞ്ചിങ്. നമുക്ക് മുന്നിലേക്ക് വരുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും പുതിയ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ ആ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നൊരു ഇതുണ്ട്. ലൈഫ് എപ്പോഴും ലൈവായിരിക്കും. അപ്പം ആ ഒരു ഇത് കാരണമാണ് അവിടേക്ക് കയറിയത്. പിന്നെ അതും കരിയറായിട്ട് ഏറ്റെടുത്തു. അങ്ങനെ ആ മീഡിയ ഫീൽഡിൽ തന്നെ ജോലി ചെയ്ത് വരുമ്പോഴാണ് LDയിലേക്ക് കോൾ വരുന്നത്. ഒന്ന് ജോയിൻ ചെയ്തു, ഒരു 7-8 മാസം ഞാൻ ജോലി ചെയ്തിട്ട് വീണ്ടും ലീവ് എടുത്ത് തിരിച്ച് മീഡിയ ഫീൽഡിലേക്ക് വരിക. അപ്പം മീഡിയ ഫീൽഡിൽ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വിസ് ബേസ്ഡ് ഷോസിന്റെ കോണ്ടന്റ് ഹെഡ് ആയിരുന്നു. ഷോസിന്റെ പേര് പറയാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്, എന്നാലും 1-2 പറയാം. ഹിന്ദിയിൽ കോൺബനേക ക്രോർപതി, മലയാളത്തിലേക്ക് വരുമ്പോൾ കോടീശ്വരൻ, ഉടൻപണം, അങ്ങനെ കുറേ ഷോസ്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിലൊരു 90% കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ക്വിസ് ബേസ്ഡ് ഷോസിന്റെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ അറിയാമല്ലോ ഇങ്ങനത്തെ ഓരോ എപ്പിസോഡിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തണം. ഓരോ കണ്ടസ്റ്റൻറ്റിനും നമ്മൾ ആ കണ്ടസ്റ്റൻ്റ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം. അതായത് കണ്ടസ്റ്റൻ്റ് അവിടെ കളിക്കുന്നതിനേക്കാളും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇരുന്നിട്ട് കളിക്കുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി, ഒരു ലൈവ്ലിനെസ്. അപ്പം അത് കാരണമാണ് അവിടെ അങ്ങനെ നിന്നങ്ങ് പോയത്. മനസ്സിലായി. ഇനി ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന സമയത്ത് ചേട്ടൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ഒരു ഇതുണ്ടോ? ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് കിട്ടുകയാണ്, ഒരു പ്രോജക്ട് ബേസോ എന്തെങ്കിലും ആയി കിട്ടുന്ന സമയത്ത് ചേട്ടന് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഏരിയ എവിടെയാ? ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഈ മീഡിയ ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോകാനായിരുന്നു താല്പര്യം. ഗവൺമെന്റ് ജോബിനോട് വലിയ താല്പര്യമേ ഇല്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ LD കിട്ടി ഞാൻ ചെല്ലുമ്പം എനിക്ക് ഈ ജോലിയോട് വലിയ താല്പര്യമില്ല. അന്ന് പിന്നെ ഈ പറഞ്ഞ പേപ്പർ ഫയലിലൊക്കെ എഴുതാം,
അപ്പം നമ്മുടെ ചുറ്റിനും കുറേ ഫയലുകളുണ്ടാവും. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ എക്സ്ട്രാ വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു നല്ല പോലെ. അപ്പോഴാണ് ഞാൻ ചാടാൻ റെഡി ആയിട്ടിരുന്നത്. പക്ഷെ ചാടിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അതായത് മീഡിയ ഫീൽഡിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LD ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വോയിസിനൊന്നും ഒരു പ്രാധാന്യം ആരും കൊടുക്കത്തില്ല. നമ്മൾ അവിടെ ഇരുന്ന് പറയും, ആരും അത് മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയി കിടക്കണം എന്നൊരു ചിന്ത എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറെ ആളുകളോട് ഇങ്ങനെ സംസാരിക്കും. നമ്മൾ ലോകം കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുറെ ആളുകളോട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ അവരും നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് നമുക്ക് എന്തെങ്കിലും ഈ സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ IAS IPS ഒന്നും ആവണമെന്നില്ല. താഴെ ഇരിക്കുന്ന ഒരു ക്ലർക്ക് വിചാരിച്ചാൽ മതി. അത് ഭയങ്കര ഒരു അറിവാണ് എനിക്ക് തന്നത്. റീജോയിൻ ചെയ്തപ്പോൾ ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു മൈൻഡോട് കൂടിയല്ല പോകുന്നത്. അതുകൊണ്ട് എന്നിലേക്ക് വരുന്ന എല്ലാത്തിനെയും ഞാനെന്തോ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. ഞാൻ ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല. ഇപ്പൊ റീജോയിൻ ചെയ്തതിന് ശേഷം അങ്ങനല്ല. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പെൻഷൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സീറ്റാണ്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരുടെ കേസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും, അയ്യോ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഈ സമൂഹത്തിൽ. ശരിക്കും ട്രീറ്റ്മെന്റിന് പോലും പൈസ എടുക്കാനില്ലാത്ത ഒരുപാട് പേരുടെ അപേക്ഷകളാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ഫയൽ തന്നെ കുഞ്ഞു കുട്ടികൾ, 2 ഫയൽ ഇപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര ഡെസ്പാക്കി കളഞ്ഞില്ലേ. അതായത് കുഞ്ഞു കുട്ടികളാണ്, ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയും വേറൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയും, 2 പേർക്കും ലുക്കീമിയ. അപ്പോൾ ഓൾറെഡി അവർക്ക് അത്രയധികം തുകകൾ വീട്ടുകാർക്ക് ചെലവായിട്ടുണ്ട്. ഈ ട്രീറ്റ്മെന്റ് അവർ കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റൂ വീട്ടുകാരെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഫയലുകൾ വരുമ്പോഴത്തേക്ക് ഞാൻ ആ ഫയൽ എത്രയും വേഗം എഴുതി വിടുന്നോ അവർക്ക് അത്രയും വേഗം സർക്കാരിൽ നിന്ന് ധനസഹായം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനതൊരു ദിവസമെങ്കിലും ലേറ്റ് ആക്കി കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പാടായിരിക്കും അവർ അപ്പുറത്ത് അനുഭവിക്കുന്നത്. ശരി, അതേപോലെയൊക്കെ ക്യാൻസർ പെൻഷന് മാസം വരുന്ന 1000 രൂപയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുന്നുണ്ട്. അപ്പോൾ അവർക്കത് കറക്റ്റ് സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷമൊക്കെ ഉണ്ട്. ശരി, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു ഫയൽ എത്ര സ്പീഡിൽ എൻ്റെ ടേബിളിൽ ഒന്നും പെൻഡിങ് ഇല്ലാതെ തീർക്കാനാണ് ഞാൻ ശ്രമിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഇങ്ങനെ കുറേ ജനങ്ങൾ അപ്പുറത്തുണ്ടല്ലോ. അപ്പോൾ ഉണ്ടല്ലേ, ഒരു IAS ആവാതെ തന്നെ ഞാൻ സമൂഹത്തിൽ എൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ അവിടെ നടത്തുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഫയലുകൾ കാലതാമസമില്ലാതെ നമ്മൾ എഴുതി വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് എത്രയും വൃത്തിയായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ സീറ്റിൽ എന്താണോ നടക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ട് വേണം ഫയൽ എഴുതി വെക്കാൻ. അത് ചുമ്മാ ഒരു വേഗമായിട്ടൊരു ഫയൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇത് കറങ്ങി തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. നമ്മൾ എഴുതി വെക്കുമ്പോൾ അതിനെ തിരിച്ചു വരാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് ഫയൽ എഴുതി വെക്കുകയാണെങ്കിൽ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളാണ്, അത് കറക്റ്റാണ്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും, ചില സീറ്റുകളിൽ ഇരിക്കുമ്പോഴാണ് നമ്മളത് ഫീൽ ചെയ്യുക. അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതേ ഉള്ളൂ, എൻ്റെ മുന്നിലേക്ക് വരുന്ന ഫയലുകൾ കാലതാമസം ഇല്ലാതെ മുന്നോട്ട് വിടാൻ വെക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ചേട്ടൻ എങ്ങനെയാണ് KS മെൻറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയാമോ? കാരണം നമ്മുടെ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ട് നല്ല അഭിപ്രായമാണ് ഞങ്ങൾ കേട്ടത്. ഞാൻ PSCക്കായിട്ട് ഞാൻ ഒരു കോച്ചിങ് അക്കാഡമിയിലും ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഓവർ കോൺഫിഡൻസ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് കാരണം എനിക്കിതിനൊന്നും ആവശ്യമില്ലെങ്കിലും ഞാനങ്ങ് പാസ്സായിക്കോളും എന്നൊരു ചിന്തയായിരുന്നു. അത് അമ്പേ പരാജയമാണെന്ന് കുറേ വർഷങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ലാസ്റ്റ് ചാൻസിലേക്ക് എത്തിയപ്പോൾ റിസ്ക് എടുക്കാൻ ഞാനില്ല. അപ്പോൾ എൻ്റെ ഒരു റിസ്ക് എടുക്കാനില്ലെന്ന് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട് കുറച്ച് എൻ്റെ ഈഗോ ഹർട്ട് ചെയ്തു. അപ്പം എന്നോട് ടെസ്റ്റ് സീരീസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് പൈസ മുടക്കാൻ മടിയാണെങ്കിൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഈഗോ ഹർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം തന്നെ എനിക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇതിലിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ബ്രദർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ എന്നോട് സജസ്റ്റ് ചെയ്തു KS മെൻറ്ററിൽ എടുക്കണം. കാരണം പുള്ളി നേരത്തെ ഇവിടെ CPOയുടെയും ഒക്കെ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് സീരീസും എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു KS മെൻറ്ററിലെ ടെസ്റ്റ് സീരീസ് അടിപൊളി. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്, നമ്മളെന്തിനും സംശയ ദൃഷ്ടിയോടുകൂടി വേണമല്ലോ നോക്കാൻ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്. അപ്പം പുള്ളിക്കാരൻ എന്നെ കുറേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിലും കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീസും എൻ്റെ അടുത്ത് കൊണ്ട് തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നോക്ക്, ഈ ആൻസർ കീയിൽ തന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പുള്ളിക്ക് ടെസ്റ്റ് സീരീസ് കിട്ടിയ ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ ആൻസർ കീകളിൽ നിന്നും പുള്ളി എക്സാം എഴുതിയപ്പം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പുള്ളി പറഞ്ഞു നമുക്ക് ഈ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ കുറേ പഠിക്കും, അത് ഇനി ആൻസർ കീ കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടെ ക്വസ്റ്റ്യൻസ് കിട്ടും. പ്രത്യേകിച്ച് ഈ സ്കീംസ് ഒക്കെ നമ്മൾ എവിടെ നിന്നും വെച്ച് തപ്പി പഠിക്കാനാണ്. അപ്പോൾ ഇവിടെ ഓർഡറിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് കാരണം പുള്ളി എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ KS മെൻ്റൽ പോയി ജോയിൻ ചെയ്തു. അപ്പോഴും പറഞ്ഞത് എനിക്ക് ഫുള്ളി ഞാൻ കൺവിൻസ്ഡ് ആയിട്ടില്ല. ഞാനത് കൂടാതെ 3-4 മറ്റ് അക്കാഡമികളിലും പോയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ എല്ലായിടത്തും ഞാൻ ചിലയിടത്ത് എനിക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ചിലയിടത്ത് പറഞ്ഞു ഓഫ്ലൈനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓഫ്ലൈനായിട്ട് എഴുതണം എന്നുള്ള നിർബന്ധമായിരുന്നു. കാരണം നമുക്ക് ആ ഒരു എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടണമല്ലോ. അല്ല വീട്ടിൽ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു സുഖത്തിലിരുന്നിട്ടായിരിക്കും എഴുതുക. അപ്പോൾ ഒരിക്കലും എന്താണ് നമ്മൾ എക്സാം ഹാളിൽ ഫീൽ ചെയ്യാൻ പോകുന്ന പ്രഷർ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാനിവിടെ വിളിച്ചിറക്കിയപ്പോൾ ഇവിടെ ഓഫ്ലൈനായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്തു. അതുപോലെ 3-4 അക്കാഡമികളിലും ജോയിൻ ചെയ്തു. എല്ലായിടത്തും ഏറെക്കുറെ ഒരേ സമയത്താണ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ആദ്യത്തെ ടെസ്റ്റ് എഴുതി. എനിക്ക് പേപ്പർ 1 ആയിരുന്നു ആദ്യത്തേത്. പേപ്പർ എഴുതി. എനിക്ക് വലിയ സ്കോറൊന്നും അന്നേരം ഇല്ല, എന്നാലും കുഴപ്പമില്ല, തിരക്കില്ല. ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരം എനിക്ക് അതുകൊണ്ട് 15-16 അങ്ങോട്ട് റാങ്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഓക്കെ, ഞാൻ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പേപ്പർ 2 വരട്ടെ, ഞാൻ കാണിച്ചു തരാം എന്നൊരു മൈൻഡിലായിരുന്നു. അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ളിടത്തും ജോയിൻ ചെയ്തിടത്ത് ഞാൻ ടെസ്റ്റ് എഴുതി. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ വെറുതെ അവിടെയൊക്കെ പൈസ കളഞ്ഞു എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമായി. കാരണം അവിടുത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര മോശമായിരുന്നു. കാരണം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പം നമുക്കറിയാമല്ലോ, ഓക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെലവൻറ്റ് ഫീൽഡിൽ നിന്നുമാണെങ്കിൽ ചോദിച്ചിരുന്നെങ്കിലും ഓക്കെ, മാക്സിമം പഠിക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ ടെസ്റ്റ് എഴുതി എത്ര മാർക്ക് കിട്ടുന്നതിനപ്പുറത്തേക്ക് കുറേ ക്വസ്റ്റ്യൻസ് കുറേ ഏരിയാസും പഠിക്കാൻ പറ്റിയാൽ അത് സന്തോഷം എന്ന് കരുതിയിട്ട് നമ്മൾ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുന്നു. അപ്പം ബാക്കിയുള്ളിടത്തെ എല്ലാം ഒരേ ടെസ്റ്റോടുകൂടി തന്നെ എനിക്ക് അതിൻ്റെ നിലവാരം മനസ്സിലാവുകയും ഞാനതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഞാൻ എന്നിട്ട് KS മെൻ്റലിലെ ടെസ്റ്റ് എല്ലാം കണ്ടിന്യൂ ചെയ്തു. എല്ലാ ടെസ്റ്റും ഞാനിവിടെ, എനിക്ക് ഒരു ടെസ്റ്റ് ഒഴിച്ച് ഞാൻ ബാക്കിയെല്ലാം ഇവിടെ ഓഫ്ലൈനായിട്ട് വന്നിട്ട് എഴുതിയിട്ടുണ്ട്. അല്ല, അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്, ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻ്റർവ്യൂ ആയതുകൊണ്ടോ അല്ല ഇത് പറയുന്നത്. എനിക്കത് ഉപകാരം കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് ഇതിന് വന്നിരിക്കുന്നത് ഇവിടെ. അല്ലാതെ ആരും വിളിച്ചിരുന്നത് ഞാൻ ഇന്ന് പോകത്തില്ല. അപ്പം കാരണം ടെസ്റ്റ് സീരീസിന്റെ ഒന്നാമത്തെ നിലവാരം എന്താണോ PSC ചോദിക്കുന്നത് ആ സ്റ്റൈലിൽ തന്നെ, അതേ നിലവാരത്തോടു കൂടി തന്നെ, അതേ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ഇവിടെ ടെസ്റ്റുകൾ ചെയ്തിരുന്നത്. ഒരു 99% അങ്ങനെ തന്നെ ആയിരുന്നു. 100% ഞാൻ പറയത്തില്ല. അപ്പം 99% അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം തന്നെ എനിക്ക് എക്സാം എഴുതാനായിട്ടൊരു താല്പര്യം ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ റാങ്ക് ലിസ്റ്റ് ഈഗോ ഒക്കെ ഹർട്ടാവുന്ന ആളാകുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഒന്ന് 16ാമതൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ എന്നെ മുന്നിൽ തള്ളിക്കൊണ്ടിടണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവും. അപ്പം ഞാൻ 2ാമത്തെ ടെസ്റ്റ് എഴുതി. പേപ്പർ 2 വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല സ്കോറിലേക്ക് വീണ്ടും കയറി വന്നു. പേപ്പർ 1 ആകുമ്പോൾ ഞാൻ വീണ്ടും ചെറുതായിട്ടും താഴോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെന്നുള്ളത് എനിക്ക് വീണ്ടും തെളിയുകയാണ്. പേപ്പർ 1 ഞാൻ കുറച്ച് വീക്കാണ് എന്നുള്ളത് എനിക്ക് തെളിഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ആൻസർ കീ വെച്ചിട്ട് നല്ല പോലെ വീണ്ടും പഠിക്കാൻ തുടങ്ങി. ആൻസർ കീ ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് വീണ്ടും അടുത്ത ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ആൻസർ കീ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ഇവിടുത്തെ ആൻസർ കീ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ കോണ്ടന്റ് വൈസ് മാത്രമല്ല, ആ PSCയുടെ സ്റ്റൈലുമായിട്ട് അലൈൻ ചെയ്ത് എൻ്റെ മനസ്സിനെ കൊണ്ടുപോകാൻ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. കാരണം നമ്മൾ ഈ ഫീൽഡിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ലല്ലോ. PSC എന്ന് പറയുന്ന ഫീൽഡിൽ നിൽക്കുന്നതല്ല, UPSCയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻസും അവിടുത്തെ സ്റ്റൈലും ആയിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുക. അപ്പം അവിടെ നിന്ന് മൈൻഡ് പറിച്ച് ഇങ്ങോട്ട് PSCയിലേക്ക് കൊണ്ട് നടാനായിട്ട് ശരിക്കും KS മെൻ്റലിന്റെ ടെസ്റ്റ് സീരീസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അഡ്വൈസ് വരാറായി, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. ഈ ഒരു ജേർണിയിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് നന്ദി പറയണം എന്നുണ്ടെങ്കിൽ ആരോടൊക്കെ ആയിരിക്കും പറയാം? ഒരു വലിയൊരു ചോദ്യമാണ്. നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് പറയാനുണ്ട്. ഞാൻ ഓൾറെഡി തന്നെ നന്ദി പറയേണ്ട 1-2 പേരോട് പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടാ, എൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്ത ഫ്രണ്ട്. ശരിക്കും പുള്ളിയോട് ഞാൻ ബെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈഗോ ഹർട്ട് ചെയ്തെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ 50-നുള്ളിൽ ഒരു റാങ്ക് മേടിച്ച് കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം പുള്ളി റിസൾട്ട് വന്നോണ്ടന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ബെറ്റിൽ ഞാൻ തോറ്റു, പക്ഷെ സ്റ്റിൽ അവൻ്റെ ആ ഒരു കാര്യം എന്നെ ഈഗോ ഹർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ എക്സാമിലേക്ക് ഞാൻ ഇങ്ങനെ പഠിക്കത്തില്ല. പുള്ളിയോട് തന്നെയാണ് ആദ്യത്തെ താങ്ക്സ് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് വന്നോ കണ്ടോ എന്ന് ചോദിച്ചൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് പഠനത്തിൻ്റെ എല്ലാ സ്റ്റേജിലും എന്ത് ഹെൽപ്പിനും റെഡി ആയിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ ഈ 2 പേരോടാണ് എനിക്ക് നോർമലി പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ സ്വാഭാവികം ഫാമിലി, ഫാമിലിയിൽ എല്ലാവരും, എൻ്റെ വീട്ടിലാണ്, എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അത് വളരെയൊക്കെ നന്ദി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എക്സ്ട്രാ ആർക്കെങ്കിലും പറയും. ഇപ്പം ഈ 2 പേരുടെ പേരാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. പേരും തന്നെ പറഞ്ഞേക്കാം, അർജുൻ ആൻഡ് ദീപിക. ആ 2 പേരോടാണ് എനിക്ക് അത്രയധികം കടപ്പാടുള്ളത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇപ്പം ചേട്ടൻ ജോലി ചെയ്താണ് പഠിച്ചത് അല്ലേ?
അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് ആസ്പിരൻറ്റ് ജേണി തുടങ്ങുന്ന കുട്ടികളുണ്ടാവും, വർക്കിംഗ് വിമൻ ഉണ്ടാവും അല്ലേ, പ്രൊഫഷണൽസ് ഉണ്ടാവും. ഇപ്പം ഏജ് കൂട്ടി 36 നിന്ന് 40 മാറ്റി. അപ്പോൾ കുറേ പേരിപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, ജോലിയിലിരിക്കുന്നവരുണ്ട്. എന്താണ് ചേട്ടന് അവരോട് പറയാനുള്ളത്? സ്റ്റാർട്ടിങ് തന്നെ നമുക്കിതൊരു ആവശ്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്യാവശ്യമാണ് എന്നൊരു ഫീല് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് പഠിക്കാതിരിക്കാവൂ. നമുക്കിത് ആവശ്യമാണെന്ന് നമുക്ക് തോന്നണം. എന്നിട്ട് അതിനു വേണ്ടി അപ്പം അങ്ങനെ തോന്നിയാലേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തത്തുള്ളൂ, നമ്മൾ അതിന് വേണ്ടിയിട്ട് മനസ്സോടുകൂടി പഠിക്കത്തുള്ളൂ. അപ്പം മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പഠിക്കുക. ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർ ഒരു ഗൈഡൻസ് കിട്ടത്തക്ക രീതിയിലേക്ക് എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്തിരിക്കണം. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. കാരണം ഇപ്പം UPSC ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ളവരോട് ഞാൻ അധികം അങ്ങനെ എവിടെയും പോയി ജോയിൻ ചെയ്യാനൊന്നും പറയത്തില്ല. സ്റ്റിൽ ടെസ്റ്റ് സീരീസ് എടുക്കണം. അത് അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്യണമെന്നൊന്നും പറയത്തില്ല. നമുക്കൊരു ഗൈഡൻസ് വേണം. ഇപ്പോൾ UPSC നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം PSCയുടെ സ്റ്റൈൽ എന്താണ്, സിലബസ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല, എവിടെ നിന്ന് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു ഗൈഡൻസ് വേണം. അതിന് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ജോയിൻ ചെയ്തിരിക്കണം. ഇനി ഇതൊന്നുമില്ല, ഹൗസ് വൈഫായിട്ടിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് പോകുന്നവരായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കല് ടൈം കൺസ്യൂമിംഗ് ആണ്. മനസ്സിലായി? സിലബസ് നോക്കി എവിടെ നിന്ന് പഠിക്കണം എന്ന് ഐഡിയ ഉണ്ടാക്കി, ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം എന്ന് ഐഡിയ ഉണ്ടാക്കി, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. അപ്പോൾ അവരങ്ങനത്തെ ടൈം വേസ്റ്റ് ചെയ്യാതെ എവിടെയാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് കിട്ടുക അവിടെ പോയി ജോയിൻ ചെയ്യുക, അവിടുത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് യാതൊരുവിധ മുടക്കവും ഇല്ലാതെ ടെസ്റ്റ് സീരീസ് പ്രോപ്പർലി അറ്റൻഡ് ചെയ്തിരിക്കണം. കഴിവതും ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ്ലൈനായിട്ട് ആ ഒരു എക്സാം മൂഡ് കിട്ടണമല്ലോ നമുക്ക്, അത് ചെയ്തിരിക്കണം. പിന്നെ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർലി സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. സിലബസ് നോക്കി PYQസിന്റെ ഏരിയാസ് എന്തൊക്കെയാണോ അത് ഫോക്കസ് ചെയ്ത് പ്രിലിമിനറി പഠനം അങ്ങനെ തന്നെ നടത്തുക. അതായത് ഫസ്റ്റ് റൗണ്ട് ഓഫ് പഠനം, പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ പ്രിലിംസിന് വേണ്ടിയിട്ടൊന്നല്ല, ഫസ്റ്റ് റൗണ്ട് ഓഫ് പഠനം അങ്ങനെ തന്നെ നടത്തുക. അതായത് അതൊരു ഫൗണ്ടേഷൻ ആക്കി വെച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു എന്താ പറയുന്നത് പാസ്സാവും എന്നൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. പിന്നെ പാസ്സാവും എന്നൊരു കോൺഫിഡൻസ് കിട്ടിയാൽ പിന്നെ ഇനി റാങ്ക് ഉയർത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറുക. അപ്പോൾ അങ്ങനെ പ്രോപ്പർലി സിലബസ് ഓറിയന്റഡ് ആയിട്ട് PYQസിന്റെ ആ ഏരിയാസ് മനസ്സിലാക്കി അങ്ങനെ ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അതിന് പറ്റുന്ന എവിടാണോ ഒരു കേന്ദ്രമുള്ളത് നിങ്ങൾ അവിടെ ചെന്ന് ചേരുക. എന്നിട്ട് അവിടെ എന്താണോ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കുമല്ലോ പോവുക, ആ സ്ട്രക്ചർ അങ്ങ് ഫോളോ ചെയ്തേക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യണം. ഒരു അവിശ്വാസം പാടില്ല ഒന്നിലും. അവിശ്വാസമൊക്കെ എപ്പോഴും ഉണ്ടാവും ഫസ്റ്റ് സ്റ്റേജിൽ. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ അവിശ്വസിക്കാൻ പാടില്ല, വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകുക. ആ വിശ്വാസം നമ്മളെ രക്ഷിക്കും. അപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് ചേട്ടൻ ഭയങ്കര എമ്പത്തി ഉള്ള ഒരു മനുഷ്യനാണ്. പല ആൾക്കാരുടെയും ചേട്ടൻ അവരെ നോക്കി കാണുന്നതും എന്നിലൂടെ എത്രയും പെട്ടെന്ന് അവർക്കൊരു സന്തോഷം കിട്ടുവാണെങ്കിൽ അത് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. ഫുട്ബോളിനെ ഭയങ്കരമായി പ്രേമിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ ക്ലിയർ ആണ്, ഭയങ്കര സ്മാർട്ടായിട്ട് പഠിച്ച ഒരാളാണ്. എനിക്ക് എന്തറിയാം എന്തറിയത്തില്ല എന്നുള്ളതൊക്കെ ക്ലിയർലി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ ഇൻ്റർവ്യൂ വഴി കുറേ ആൾക്കാർക്ക് എന്തായാലും ഇൻസ്പിറേഷൻ ഉണ്ടാവും. നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. എത്രയും പെട്ടെന്ന് അഡ്വൈസ് കിട്ടട്ടെ, ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ തന്നെ കിട്ടട്ടെ. കുഞ്ഞുങ്ങളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും ടൈം ഇനി അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.